50 രൂപയ്ക്ക് പെട്രോള്, 50 രൂപയ്ക്ക് ഡീസല്, 250 രൂപയ്ക്ക് ഗ്യാസ്. ഇത് ആരുടെ വാഗ്ദാനം ചെയ്തിട്ടാണ് ഇവർ അധികാരത്തിൽ കയറിയത്. ഇനിയും ഇത് തന്നെയാണോ ഇവര് വാഗ്ദാനം പറയുന്നത്? സാധനങ്ങളുടെ വില കൂടി, ഡിപ്രീസിയേഷൻ വന്നു, മൂല്യം സ്വാഭാവികമായി കൂടൂലേ? 50 രൂപയുടെ വിലയാണോ ഇന്നത്തെ 50 രൂപയ്ക്ക്? നിത്യോപയോഗ സാധനങ്ങളായ 19 ഇനങ്ങളുടെ വില ഇതുവരെ കൂടിയിട്ടില്ല. LDF സർക്കാർ അധികാരത്തിൽ കൂടിയിട്ടില്ല. സിവിൽ സപ്ലൈസിൽ നിങ്ങൾക്ക് കിട്ടും. 5 വർഷം കൂടിയില്ല, അത് കഴിഞ്ഞ് 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കൂടിയിട്ടില്ല. സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളിൽ ഇതുവരെ സിവിൽ സപ്ലൈസ് സാധനങ്ങൾ വാങ്ങാറില്ലേ? ഉണ്ട്, പക്ഷേ വില കുറവില്ല. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടി. 13 ഇനം സാധനങ്ങൾക്ക് ഇതുവരെ വില കൂടിയിട്ടില്ല. സബ്സിഡി ഉണ്ടായിരുന്നു, ആ സബ്സിഡി കുറച്ചു, അത്രയാണ്. വില കൂടി, കൂടിയിട്ടില്ല. സബ്സിഡി എല്ലാ ആഘോഷ ദിനങ്ങളും സപ്ലൈകോ സ്റ്റോറിലൊന്നും പോവാറില്ല എന്ന് തോന്നുന്നു അടുത്തിടെയായിട്ട്. എല്ലാ ആഘോഷ ദിനങ്ങളോടനുബന്ധിച്ചും സബ്സിഡി കൊടുക്കാറുള്ളതാണ്. അത് ഈ ആഘോഷ ദിനങ്ങൾ. അല്ല, താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഓയിലിന്റെ കാര്യത്തിൽ താങ്കൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്നത് എങ്ങനെയെന്നല്ലേ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കേന്ദ്ര മന്ത്രി ഒരു കണക്ക് തത്വശാസ്ത്രം പറഞ്ഞു. ദേശീയ തലത്തിൽ കൂടിയത് കൊണ്ടാണല്ലോ ഇവിടെ മനസ്സിലായില്ല. എനിക്ക് അതിനൊരു അർത്ഥം ഒന്ന് പറഞ്ഞു തരണം. ഇനിയും ഈ വാഗ്ദാനം തന്നെയാണോ മുമ്പോട്ട് വയ്ക്കുന്നത്? അതാണോ മോദിയുടെ ഗ്യാരണ്ടി? ഇപ്പൊ പ്രതികരിക്കുന്നത് ഏറ്റവും ഒടുവിൽ. എന്താ താങ്കളുടെ ചോദ്യം? ഒരു ചോദ്യം കൂടി ഇവിടെ കൂടെ കണ്ടിട്ട്. എന്റെ ചോദ്യം എച്ച് സലാമിനോടാണ്. അദ്ദേഹം ഇങ്ങനെ BJP-യിലേക്ക് പോയവരുടെ കണക്കെടുത്തപ്പോ അൽഫോൺസ് കണ്ണന്താനം അദ്ദേഹത്തെ പോലെ ഒരു MLA ആയിരുന്ന ആളാണ്, ഇടതുമുന്നണിയുടെ. അതുപോലെ തന്നെ ശിവദാസ മേനോൻ, അദ്ദേഹം മന്ത്രി. ഇവരൊക്കെ ആരായിരുന്നു? ആരിഫ് പോവോ? അതാണ് ചോദ്യം, അതാണ് അറിയേണ്ടത്. ഓക്കെ, ഇവിടെ എന്താ ആർക്കാണ് ഒരു സാധ്യത ആലപ്പുഴ മണ്ഡലത്തിൽ? പറഞ്ഞോ. ആലപ്പുഴ മണ്ഡലത്തിൽ ഉറപ്പായിട്ട് AM ആരിഫ് നയിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും 5 വർഷക്കാലം അഡ്വക്കേറ്റ് AM ആരിഫ് ഇടപെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രധാനം. കാരണം കേരളത്തിൽ നിന്നും ജയിച്ചുപോയ 19ഓളം MP-മാരിൽ ഏറ്റവും കൂടുതൽ 89% അറ്റൻഡൻസ്, 3 സ്വകാര്യ ബില്ലുകൾ, 244 ചോദ്യങ്ങൾ. ഇത് കൂടാതെ ആലപ്പുഴയുടെ ബൈപ്പാസ് 40 കൊല്ലമായി പെൻഡിംഗ് കിടന്നതാ. AM ആരിഫിന്റെ ശ്രമഫലമായി, AM ആരിഫിന്റെ ഇടപെടൽ മൂലം ആലപ്പുഴ ബൈപ്പാസ്. ഒരു മിനിറ്റ്, ബാക്കിയോടെ പറയട്ടെ. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ, കേന്ദ്ര ഹിന്ദി വിദ്യാലയം. ഞാൻ പറയട്ടെ, കേരളത്തിൽ നമ്മുടെ എറണാകുളം ആലപ്പുഴ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് 2660 കോടി രൂപ കേന്ദ്ര റേഡിയോ നിലയം നടന്നോ? അനിൽ ബോസ്, ഇതൊക്കെ നടന്നോ? കേന്ദ്രത്തിന്റെ ബ്ലോക്കിംഗ് മറികടന്നുകൊണ്ട്, കേന്ദ്ര വിലക്കുകൾ മറികടന്നുകൊണ്ട് റെയിൽവേ നടന്നോ? ഇതൊക്കെ വല്ലോ നടന്നാണ്? തുറന്നു കിടക്കുക ഇല്ല, തുറന്ന പുസ്തകം പോലെ ആലപ്പുഴക്കാരുടെ 40 വർഷമായി മുടങ്ങിക്കിടന്ന ഈ ഫ്ലൈ ഓവറിന്റെ ഒക്കെ അവകാശം എങ്ങനെയാണ് ആരിഫിന് കിട്ടുക? പറഞ്ഞുതരാം. 10 കൊല്ലം UPA ഗവൺമെന്റ് ഭരിച്ചു. അതെ, ഇവിടെ 3 പ്രാവശ്യം MLA ആയിട്ടുണ്ടായിരുന്നു. ആരാണ്? ഇപ്പോഴത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി. 1 പ്രാവശ്യം മന്ത്രിയായി, 2 പ്രാവശ്യം MP ആയി, 1 പ്രാവശ്യം മന്ത്രിയായി, കേന്ദ്രമന്ത്രി. ഇവിടെ 4 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. ആലപ്പുഴയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? നിങ്ങൾ എന്താണ് ആലപ്പുഴയിൽ നിന്നും KC വേണുഗോപാൽ എന്തുകൊണ്ട് ചെയ്യും? ഒന്നും ചെയ്തില്ല. പകരം 1.5 വർഷക്കാലം AM ആരിഫ് വന്നതിന് ശേഷം റെയിൽവേയുമായിട്ടുണ്ടായിരുന്ന ഒരു ബ്ലോക്കിംഗ് അത് മാറ്റിക്കൊണ്ട് ആരിഫ് ചെയ്തിട്ടുള്ള ഒരു 10 കണക്കുകൾ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? 10 പറഞ്ഞു. അത് മാത്രം ഫ്ലൈ ഓവർ നിർമ്മിച്ചു. എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സമയത്ത് പുതിയ നാടകമായിട്ട് നമ്മുടെ കേന്ദ്ര കഥാപാത്രം ഉണ്ടല്ലോ, നമ്മുടെ ഇഡിയുമായിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്.
പറഞ്ഞു ഇതൊന്നും ശ്രദ്ധിക്കണ്ട പറഞ്ഞോ ഭയപ്പെടുത്താൻ നോക്കും തളരരുത് എവിടെന്ന് ഇത് തീ കുരുത്തതാ പറഞ്ഞോ അതായത് ഇടി വന്നു ഇടി വന്നെന്ന് ചോദിച്ചാൽ അവർക്ക് തോന്നുമ്പോ തോന്നുന്ന രീതിയിലാണ് പലയിടത്തും പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ പുതിയ നാടകമായിട്ട് വന്നിരിക്കുന്നത് മാസപ്പടി കേസില. മാസപ്പടി കേസിൽ ഇഡി ആയിട്ട് വന്നിട്ട് അതായത് ഇപ്പൊ ഇഡി വന്നിട്ട് 2021 തുടങ്ങിയ കേസിന് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽ വന്ന സമയത്ത് ഇഡിയെ കൊണ്ടുവന്നിട്ട് പേടിപ്പിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ നാടകമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഉറപ്പായിട്ടും സംശയം നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഇഡി വരുമ്പോ എതിർക്കുന്നു, സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ ഇഡി വരുമ്പോ എതിർക്കുന്നു, പിണറായി വിജയന്റെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്ന കാര്യം എന്താ സാർ? അതോ പറയാം സാർ. ഇവർ BJP CPM അന്തർധാരയാണ്, അത് സജീവമാണ് ഇവിടെ. വിശ്വസിക്കൂ ഇതൊക്കെ സാർ അതിന്റെ കാരണം ഞാൻ പറയാം. എന്താ കാരണം? പറഞ്ഞോ ഞാൻ കാരണം ഇപ്പൊ പ്രൈം സീറ്റ് ആയിട്ട് ഇവരെ BJPയുടെ A-ക്ലാസ് മണ്ഡലമായിട്ട് BJP കാണുന്നത് തൃശ്ശൂര്, തിരുവനന്തപുരം. ഇപ്പൊ എന്തിനാണെന്ന് അറിയില്ല ആ പാവം സുരേന്ദ്രനെ കൊണ്ട് ഇത്രയും ആ പാവത്തിൽ അവിടെ ഉണ്ടെന്നുള്ള എനിക്കറിയാം. വയനാട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. സ്വന്തം പാർട്ടി വയനാട് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സീറ്റുകളില് സാറ് ഡീലുണ്ട്. അവിടെ ഡീലുണ്ട് എന്നതാണ് ആരോപണം. തീർച്ചയായിട്ടും. കാരണം പക്ഷേ മറിച്ച് പറയുന്നത് KC വേണുഗോപാൽ ഒരു സീറ്റ് രാജ്യസഭ BJPക്ക് കൊടുത്തിട്ടാ മത്സരിക്കുന്നത്. അതിനാണ് ഡീൽ പറയുന്നത്.